യൂണിറ്റ് 2 സർക്കിൾസുമായി ബന്ധപ്പെട്ട പ്രധാന ആശയങ്ങളും മാതൃകാ ചോദ്യങ്ങളും പരിശോധിക്കുന്ന SSLC മാത്സ് ക്രാഷ് കോഴ്സിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. തീർച്ചയായിട്ടും നമുക്ക് ഒരു A+ നേടുവാനായിട്ട് ടെക്സ്റ്റ് ബുക്കിലെ ഫോക്കസ് ഏരിയ പോലും മുഴുവൻ പഠിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള വളരെ അർത്ഥവത്തായ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയുകയും, ഈ പുതിയ രീതിയിലുള്ള പരീക്ഷാ സമ്പ്രദായത്തിൽ അല്ലെങ്കിൽ പാറ്റേണിൽ, ഈ പുതിയ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേണിൽ നിങ്ങൾ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്ന ചാപ്റ്ററും സർക്കിൾ എന്ന് പറയുന്ന ചാപ്റ്ററും ടാൻജൻറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിലെയും ഫോക്കസ് ഏരിയ മാത്രം നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് 50 to 60 സ്കോർ വരെ ചെയ്യാനായിട്ട് സാധിക്കും. 50 മുതൽ 60 വരെ മാർക്ക് നിങ്ങൾക്ക് അതിൽ നിന്നും മാത്രമുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. ഇനി ഈ 3 ചാപ്റ്ററുകളിലെ മുഴുവനായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 70ഓളം മാർക്ക് അതിൽ നിന്നും മാത്രം, ഈ 3 ചാപ്റ്ററുകളിൽ നിന്നും മാത്രം നിങ്ങൾക്ക് പ്രതീക്ഷിക്കുവാനായിട്ട് സാധിക്കും. ഈ ചാപ്റ്ററിലെ ഫോക്കസ് ഏരിയ നമുക്കൊന്ന് പരിചയപ്പെടാം. ആംഗിൾസ് ഇൻ എ സെമി സർക്കിൾ, സെമി സർക്കിളിലെ ആംഗിളുകളെ കുറിച്ച്. രണ്ടാമത് സെൻട്രൽ ആംഗിൾ ഓഫ് ആൻ ആർക്ക് ആൻഡ് ആംഗിൾ ഇൻ ദ ഓൾട്ടർനേറ്റ് ആർക്ക്, ഒരു ചാപത്തിൻ്റെ കേന്ദ്രകോണും അതുപോലെ തന്നെ അതിൻ്റെ എതിർ ചാപത്തിലെ കോണും അവ തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ചാണ്. ദെൻ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ അല്ലെങ്കിൽ ക്രിയ ചതുർഭുജത്തെക്കുറിച്ച്. സ്റ്റുഡൻസ്, 2 chords AB and CD intersect at P, then PA into PB equals PC into PD. 2 ചാപങ്ങൾ, 2 കോഡുകൾ ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പോൾ, പരസ്പരം കട്ട് ചെയ്യുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു തത്വമാണ് നമ്മളിവിടെ കാണുന്നത്. അതുപോലെ ഇതൊന്നുകൂടെ ഡെവലപ്പ് ചെയ്ത് PA into PB equals PC സ്ക്വയർ എന്ന് പറയുന്ന ആ ഒരു ഇക്വേഷൻ, ആ ഒരു ധാരണ നമുക്ക് ലഭിക്കണം. അതുപോലെ സ്ക്വയർ വിത്ത് ഈക്വൽ ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ, ഒരു റെക്റ്റാങ്കിൾ തന്നിട്ട് അതിൻ്റെ അതേ ഏരിയയിലുള്ള ഒരു സ്ക്വയർ നമുക്ക് നിർമ്മിക്കാനായിട്ട് സാധിക്കണം. ഈ ആശയം തന്നെയാണ് അവിടെയും നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത്രയുമാണ് ഇതിൻ്റെ ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെടുന്ന ഭാഗങ്ങൾ. ഈ ചാപ്റ്റർ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് ബേസിക് ആയിട്ട് ഉണ്ടായിരിക്കേണ്ട ഒരാശയമാണ് ഒരു സർക്കിൾ. ഈ സർക്കിളിൻ്റെ ഒരാർക്കാണ് ഇത്, APB, ഒരാർക്കാണത് APB. ഒരാർക്ക് നമ്മൾ സാധാരണ പറയുമ്പോൾ 3 പേര് പറയും. അതിനകത്ത് എയും ബിയും അതിൻ്റെ 2 N പോയിന്റുകളാണ്. മറ്റൊരു അക്ഷരം കൂടെ നമ്മൾ ഉപയോഗിക്കും, APB. അസമയം AB എന്ന് പറഞ്ഞാൽ നമുക്ക് സംശയം വരും, ഇതും AB ആയിട്ട് പറയാം, ഇങ്ങനെ വരുന്ന ഇതും AB ആയിട്ട് പറയുവാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് മൂന്നാമതൊരു അക്ഷരം കൂടെ നമ്മൾ ഉപയോഗിക്കുന്നത് അതിനു വേണ്ടി. APB എന്ന് പറഞ്ഞ ഇതാണ്. ഈ ആർക്കിനെ നമ്മൾ AQB എന്നാണ് പറയുക. ഇനി ഒരു ആർക്ക് അതിൻ്റെ സെൻറ്ററിൽ ഉണ്ടാക്കുന്ന ആംഗിളിനെയാണ് സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത്. സെൻട്രൽ ആംഗിൾ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഈ ആംഗിളിൻ്റെ 2 അറ്റങ്ങളിലും കേട്ടോ, ആർക്കിൻ്റെ ആ ചാപത്തിൻ്റെ 2 N പോയിന്റുകളിലൂടെ കടന്നു പോകുന്ന ആർക്കാണ്. അപ്പോൾ APB എന്ന് പറയുന്ന ആർക്കിൻ്റെ സെൻട്രൽ ആംഗിൾ അല്ലെങ്കിൽ കേന്ദ്ര കോണാണ് ഇത്. അപ്പോൾ ഇതും ഒരു ആംഗിളാണ്. പ്രൊട്രാക്ടർ കൊണ്ട് അളക്കാൻ പറ്റുന്ന ആംഗിളല്ല, പക്ഷേ ഇതും ഒരു ആംഗിളാണ്. ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു AQB എന്ന് പറയുന്ന ഈ വലിയ ആർക്ക്, ഈ വലിയ ചാപത്തിൻ്റെ കേന്ദ്രകോണിൻ്റെ അളവാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം, ഒരു സർക്കിളിൻ്റെ ടോട്ടൽ ഈ സെൻട്രൽ ആംഗിളുകൾ എന്ന് വെച്ചാൽ ഇവിടെ 2 ആംഗിളെ കാണിക്കുന്നുള്ളൂ, ഒന്ന് ഇതും ഈ 2 ആംഗിളുകൾ. ഈ 2 ആംഗിളുകൾ പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ ലഭിക്കുന്നത് 360 ഡിഗ്രി ആയിരിക്കും. അല്ലെങ്കിൽ ഒരു സർക്കിളിൻ്റെ ടോട്ടൽ ഡിഗ്രി എന്ന് പറയുന്നത് 360 ആണെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇത് പ്രാരംഭമായിട്ട് ഈ ഒരു അറിവ് നമുക്ക് വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഈ ആംഗിളിൻ്റെ അളവ് നമുക്ക് ഇപ്പോൾ 40 ഡിഗ്രി എന്നറിയാമെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ 360 മൈനസ് 40 ആയിരിക്കും, എന്ന് വെച്ചാൽ 320 ആയിരിക്കും. അപ്പോൾ ഇതാണ് നമുക്ക് ബേസിക്കായിട്ട് വേണ്ട ഒരു ധാരണ. ഇനി ഈ ചാപ്റ്ററിലെ പ്രധാന ആശയങ്ങൾ, ഫോക്കസ് പോയിന്റിൽ ഉൾപ്പെടുന്ന പ്രധാന ആശയങ്ങൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ കൺസെപ്റ്റിലേക്കാണ് നമ്മൾ ആദ്യം തന്നെ പോകുന്നത്. ഒരു അർദ്ധവൃത്തത്തിലെ കോൺ, ഒരു സെമി സർക്കിളിലെ ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. അതുപോലെ ഒരു അർദ്ധവൃത്തത്തിനകത്തെ കോണിൻ്റെ അളവ് 90 ഡിഗ്രിയിൽ കൂടുതലായിരിക്കും. അർദ്ധവൃത്തത്തിന് പുറത്തെ കോണിൻ്റെ അളവ് 90 ഡിഗ്രിയിൽ കുറവായിരിക്കും. അപ്പോൾ ഇത് നമുക്ക് മനസ്സിലാകുവാനായിട്ട് നിങ്ങൾക്കിവിടെ നോക്കാൻ പറ്റും. ഇതൊരു സെമി സർക്കിളാണ്, ഒരു അർദ്ധവൃത്തമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതെൻ്റെ ഡയമീറ്റർ അല്ലെങ്കിൽ വ്യാസമാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് 3 തരത്തിലെ ആംഗിളുകൾ വരയ്ക്കാൻ പറ്റും. ഈ ഡയമീറ്ററിൻ്റെ 2 അറ്റത്തു നിന്നും
നമുക്ക് 3 ആംഗിളുകൾ വരയ്ക്കാനായിട്ട് സാധിക്കും. ഒരു ടൈപ്പ് ആംഗിളുകൾ എന്ന് വെച്ചാൽ അതിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത്, അതിൻ്റെ വെർട്ടെക്സ്, അതിൻ്റെ കേന്ദ്രം എന്ന് പറയുന്നത് സർക്കിളിൻ്റെ ഉള്ളിലായിരിക്കും. ഇപ്പോൾ ഇവിടെ കാണുന്ന ഡി എന്ന് പറയുന്ന ആംഗിൾ സർക്കിളിൻ്റെ ഉള്ളിലാണ് കാണുന്നത്. ഇനി നമ്മൾ ഈ സി എന്ന് പറയുന്ന ആംഗിൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അതിൻ്റെ വെർട്ടെക്സ് അല്ലെങ്കിൽ ആ കേന്ദ്രം എന്ന് പറയുന്നത് ആ ആർക്കിൻ്റെ തന്നെ, ആ ചാപം അല്ലെങ്കിൽ ആ സർക്കിളിൻ്റെ തന്നെ ഒരു പോയിൻ്റ് ആയിരിക്കും. ഇനി മൂന്നാമത് ഈ ആംഗിൾ നമ്മൾ ശ്രദ്ധിച്ചാൽ, ഈ എന്ന ആംഗിൾ ശ്രദ്ധിച്ചാൽ അത് സർക്കിളിന് വെളിയിലായിരിക്കും. അപ്പോൾ ഒരു സെമി സർക്കിളിൽ നമുക്ക് ഇതുപോലെ 3 ആംഗിളുകൾ അതിൻ്റെ ഡയമീറ്ററിൽ നിന്ന് വരയ്ക്കാൻ പറ്റും. ഇപ്പോൾ ഇതൊരു സെമി സർക്കിൾ ആണെങ്കിൽ ഇതിൻ്റെ ഡയമീറ്ററിൽ നിന്ന് നമുക്ക് 3 ആംഗിളുകൾ വരയ്ക്കാനായിട്ട് സാധിക്കും. അതിൽ ഒരു ടൈപ്പ് ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരയ്ക്കാം, എന്ന് വെച്ചാൽ അതിൻ്റെ വെർട്ടെക്സ് ഈ സർക്കിളിൻ്റെ ഉള്ളിലായിരിക്കും. ഇനി നമുക്ക് വരയ്ക്കാവുന്ന രണ്ടാമത്തെ രീതി എന്ന് വെച്ചാൽ അത് ഇങ്ങനെയായിരിക്കും, അതിൻ്റെ വെർട്ടെക്സ് ഈ സർക്കിളിലെ തന്നെ ഒരു പോയിൻ്റ് ആയിരിക്കും. ഇങ്ങനത്തെ ഒരു ആംഗിൾ വരയ്ക്കാൻ പറ്റും. അപ്പോൾ ഈ ആംഗിളിനെ എ എന്നും ഈ ആംഗിളിനെ ബി എന്നും നമുക്ക് വിളിക്കാം. ഇനി മൂന്നാമതൊരു സ്റ്റൈലും കൂടെ പറ്റും. ഈ ആർക്കിൽ നിന്ന്, ഈ ഡയമീറ്ററിൽ നിന്ന് നമുക്ക് പുറത്തോട്ട് നീട്ടി അതിൻ്റെ വെർട്ടെക്സ് പുറത്തു വരുന്ന രീതിയിൽ, സർക്കിളിന് വെളിയിൽ വരുന്ന രീതിയിൽ നമുക്ക് വരയ്ക്കുവാനായിട്ട് സാധിക്കും. അതിന് സി എന്ന് പറയാം. ഇങ്ങനെ നോക്കുമ്പോൾ ഈ 3 ആംഗിളിനെയും കുറിച്ച് ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. സ്റ്റുഡൻസ്, ഇവിടെ ഈ ഡയമീറ്റർ എ ബിയിൽ നിന്ന് ആരംഭിക്കുന്ന ഈ ആംഗിളിനെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ഈ സി ആംഗിളായി തന്നെ നോക്കാം, ഈ ആംഗിളായി തന്നെ നോക്കാം. എന്ന് വെച്ചാൽ അതിൻ്റെ വെർട്ടെക്സ് ഈ സർക്കിളിലാണെങ്കിൽ തീർച്ചയായിട്ടും അത് 90 ഡിഗ്രി ആയിരിക്കും എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഇത് 90 ഡിഗ്രി ആയിരിക്കും ഈ ആംഗിൾ. ഇനി അതിൻ്റെ ഉള്ളിലാണ് അതിൻ്റെ വെർട്ടെക്സ് വരുന്നതെങ്കിൽ അത് 90യേക്കാൾ കൂടുതലായിരിക്കും. എന്ന് വെച്ചാൽ അത് ഗ്രേറ്റർ ദാൻ 90 ആയിരിക്കും. സ്റ്റുഡൻസ്, ഈ ഡയമീറ്ററിൽ നിന്ന് നമ്മളിങ്ങനെ ആംഗിൾ 3 തരത്തിൽ വരയ്ക്കാമെന്ന് മനസ്സിലാക്കി. അതിൽ ഈ ആംഗിളിൻ്റെ വെർട്ടെക്സ് ഈ സർക്കിളിലെ ഒരു പോയിൻ്റായിട്ട് വരികയാണെങ്കിൽ ഈ ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇവിടെ സിയുടെ ആ മെഷർ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഏത് സെമി സർക്കിളിനകത്തും നമ്മൾ ഇങ്ങനെ ഒരു ആംഗിൾ വരച്ചു കഴിഞ്ഞാൽ അത് 90 ഡിഗ്രി ആയിരിക്കും എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ദെൻ രണ്ടാമത്തെ കേസ് നോക്കിക്കഴിഞ്ഞാൽ ഈ സെമി സർക്കിളിൻ്റെ നമ്മൾ നോക്കുമ്പോൾ സെമി സർക്കിളിൻ്റെ അകത്താണ് വെർട്ടെക്സ് വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ കോണിൻ്റെ ശീർഷം വന്നിരിക്കുന്നത് എവിടെയാണ്? ആ സെമി സർക്കിളിൻ്റെ ഉള്ളിലാണ്. ഇങ്ങനെ വന്നാൽ ഈ ഡി എന്ന് പറയുന്ന ആംഗിളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഈ ഡി എന്ന് പറയുന്ന ആംഗിൾ എപ്പോഴും 90യേക്കാൾ കൂടുതലായിരിക്കും. അപ്പോൾ ഡി എന്ന് പറയുന്ന ആംഗിൾ ഗ്രേറ്റർ ദാൻ 90 ആയിരിക്കും. അപ്പോൾ ഇവിടെ ഡി എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 90 ആണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി മൂന്നാമതൊരു കേസും കൂടെ സാധ്യമുള്ളൂ. അത് ഇതിൻ്റെ ആംഗിൾ അതിന് വെളിയിൽ വരുന്ന രീതിയാണ്. അങ്ങനെ വെളിയിൽ വന്നാൽ നമുക്ക് നോക്കിയാൽ അറിയാം അത് ആംഗിൾ ഇ ആണ് അവിടെ കാണിച്ചിരിക്കുന്നത്, ആംഗിൾ ഇ ആണ് അങ്ങനെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇ എന്ന് പറയുന്ന ആംഗിൾ നമുക്കറിയാം 90 ഡിഗ്രി അല്ല, 90യേക്കാൾ കൂടുതലുമല്ല, 90യേക്കാൾ കുറവായിരിക്കും. അപ്പോൾ ഇ എന്ന് പറയുന്ന ആംഗിൾ ലെസ് ദാൻ 90 ആയിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കണം. സ്റ്റുഡൻസ്, നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ, ഈ കോൺസെപ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ നമുക്ക് അടുത്തതായിട്ട് നോക്കാം. ഇവിടെ പറയുന്നു, എ സർക്കിൾ ഈസ് ഡ്രോൺ വിത്ത് ഡയമീറ്റർ എ ബി ഡയമീറ്റർ ആയിട്ട് ഒരു സർക്കിൾ വരച്ചിരിക്കുന്നു, എ ബി വ്യാസമായിട്ട് ഒരു വൃത്തം വരച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ സി ഈസ് എ പോയിൻ്റ് ഇൻസൈഡ് ദ സർക്കിൾ. സി എന്ന് പറയുന്നത് സർക്കിളിൻ്റെ ഇൻസൈഡിലുള്ള ഒരു പോയിൻ്റാണ്, അകത്തുള്ളൊരു പോയിൻ്റാണ്. അപ്പോൾ രമ്യ എന്ന് പറയുന്ന കുട്ടി ഇത് ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ട്രയാങ്കിൾ വരച്ചു. ഈ സി ഒരു ശീർഷമായിട്ട് വെച്ചുകൊണ്ട് ഒരു ട്രയാങ്കിൾ വരച്ചു. എന്നിട്ട് ആ കുട്ടി ആംഗിൾ സി അളന്നെഴുതിയപ്പോൾ 70 ഡിഗ്രി എന്നാണ് കുട്ടിക്ക് കിട്ടിയത്. എന്നാൽ റീന സി അളന്നപ്പോൾ കിട്ടിയത് 110 ഡിഗ്രിയാണ്. ഇത് രമ്യയ്ക്ക് കിട്ടിയ അളവാണ്. ഇനി റീനയ്ക്ക് കിട്ടിയ അളവ് നമുക്കറിയാം, റീനയ്ക്ക് കിട്ടിയ അളവ് 110 ഡിഗ്രിയാണ്. ഇതിൽ ഏതാണ് ശരിയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഈ ഡയമീറ്ററിൽ നിന്ന് ഒരു ആംഗിൾ ഇങ്ങനെ വരയ്ക്കുമ്പോൾ അതിൻ്റെ ശീർഷം അല്ലെങ്കിൽ വെർട്ടെക്സ് സർക്കിളിൻ്റെ ഉള്ളിലാണെങ്കിൽ കിട്ടുന്ന ഈ ആംഗിൾ എങ്ങനെ വന്നാലും ഈ ആംഗിൾ സി എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 90 ആയിരിക്കും, 90നേക്കാൾ കൂടുതലായിരിക്കും എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ ഈ റീന പറഞ്ഞതാണ് ശരി, രമ്യ പറഞ്ഞത് തെറ്റാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് ഒരു റഫ് ഡയഗ്രാം വരച്ച് നോക്കണം കേട്ടോ. ദെൻ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ത്രികോണം എ ബി പിയിൽ കോൺ എ 30, കോൺ ബി 70
എ ബി വ്യാസമായി വരയ്ക്കുന്ന വൃത്തത്തെ അടിസ്ഥാനമാക്കി പിയുടെ സ്ഥാനം എവിടെയായിരിക്കും, എന്തുകൊണ്ട്? അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു ട്രയാങ്കിൾ വരയ്ക്കാം. അവിടെ പറഞ്ഞിരിക്കുന്നത് എ ബി പി എന്ന് പറയുന്ന ട്രയാങ്കിൾ വരയ്ക്കാം. എ 30 പറഞ്ഞിട്ടുണ്ട്, ബി 70 പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് 70, 30, 100, ഇത് 80 ആണെന്നുള്ള കാര്യം നമുക്ക് ഉറപ്പാണ്. ഇനി പറഞ്ഞിരിക്കുന്നത് എ ബി വ്യാസമായി, എ ബിയെ ഡയമീറ്റർ ആയിട്ട് ഒരു സർക്കിൾ വരയ്ക്കുക. അങ്ങനെ സർക്കിൾ വരയ്ക്കുമ്പോൾ, എ ബിയെ ഡയമീറ്റർ ആയിട്ട് ഒരു സർക്കിൾ വരയ്ക്കുമ്പോൾ പിയുടെ സ്ഥാനം എവിടെയായിരിക്കും? പിയുടെ സ്ഥാനം എവിടെയായിരിക്കും? അപ്പോൾ ഇതിനെ ഈ എ ബിയെ ഡയമീറ്റർ ആക്കിക്കൊണ്ട് നമ്മളൊരു സർക്കിൾ വരയ്ക്കുകയാണെങ്കിൽ, ഞാനിപ്പോൾ അളവെടുത്തൊന്നുമല്ല വരയ്ക്കണേ, എന്തായിരിക്കും സംഭവിക്കുന്നത്? എങ്ങനെയായാലും പി അതിൻ്റെ വെളിയിലായിരിക്കും. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ വേറൊന്നും പറയാനില്ല. ഈ എ ബിയിൽ നിന്ന് നമ്മളിങ്ങനെ ഒരു ആംഗിൾ വരയ്ക്കണ ആംഗിളാണല്ലോ പി എന്ന് പറയുന്നത്. അപ്പോൾ പി അകത്താണെങ്കിൽ അത് 90-നേക്കാൾ കൂടുതലായിരിക്കും. ഇവിടെയാണ് അതിൻ്റെ ശീർഷം വരുന്നതെങ്കിൽ അത് 90 ആയിരിക്കും. വെളിയിലായതുകൊണ്ട് അത് അല്ലേ 80 ആയതുകൊണ്ട് അത് വെളിയിലായിരിക്കും. അപ്പോൾ ആംഗിൾ പി ലെസ് ദാൻ 90 അല്ലേ, ആംഗിൾ പി എന്ന് പറയുന്നത് 90യേക്കാൾ ചെറുതായതുകൊണ്ട് അത് ഔട്ട്സൈഡ് ആയിരിക്കും എന്ന് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. ഓക്കെ, പി ക്യു ഡയമീറ്റർ ആയിട്ട് നമ്മളൊരു സർക്കിൾ വരയ്ക്കുകയാണെന്ന് ഇരിക്കട്ടെ. അപ്പോൾ നമ്മളിങ്ങനെ ഒരു സർക്കിൾ വരയ്ക്കുകയാണെങ്കിൽ, ഇങ്ങനെ വരച്ച് നോക്കാനൊന്നും അല്ല കേട്ടോ പറഞ്ഞേക്കണേ, നമുക്ക് നോക്കിയാൽ അറിയാം. അങ്ങനെ ഒരു സർക്കിൾ ഈ പി ക്യു ഡയമീറ്റർ ആയിട്ട് നമ്മളിങ്ങനെ ഒരു സർക്കിൾ വരയ്ക്കുകയാണെങ്കിൽ ഇതിനകത്ത് പുറത്തു വരുന്ന ആംഗിൾ ഏതാണ്, അകത്ത് വരുന്ന ആംഗിൾ ഏതാണെന്നൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം 90-നേക്കാൾ കൂടിയ ആംഗിൾ എപ്പോഴും അകത്തേ വരുള്ളൂ, 90-നേക്കാൾ കുറഞ്ഞ ആംഗിൾ പുറത്തുമാണ് വരുള്ളൂ. ഇതാണ് നമുക്ക് മനസ്സിലായ കാര്യം. അപ്പോൾ അകത്തുള്ളത് നമുക്ക് ഇതാന്ന് പറയാം, പുറത്തുള്ളത് ഇതാണെന്നും പറയാം. ഓക്കെ സ്റ്റുഡൻസ്, ഒരു ത്രികോണത്തിൻ്റെ ഒരു കോൺ 130 ഡിഗ്രിയാണ്. ഈ കോണിനെതിരായ വശം വ്യാസമായി വൃത്തം വരച്ചാൽ ഈ ബിന്ദുവിൻ്റെ സ്ഥാനം എവിടെയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു ട്രയാങ്കിൾ വരയ്ക്കാം. ഈ ട്രയാങ്കിളിൻ്റെ ഈ ആംഗിളാണ് 130 വരുന്നത്. ഓക്കെ, ഒരു ട്രയാങ്കിളിൻ്റെ ഒരു ആംഗിൾ 130 ഡിഗ്രിയാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിനെതിരായ വശം വ്യാസമായി, ഈ വശം വ്യാസമായിട്ട് എന്ന് വെച്ചാൽ ഇത് ഡയമീറ്റർ ആയിക്കൊണ്ട്, ഇത് എ ബി, ഇത് ഡയമീറ്റർ ആയിക്കൊണ്ട് നമ്മളിങ്ങനെ ഒരു സർക്കിൾ വരച്ചാൽ, ഞാൻ ഈ സർക്കിൾ നിങ്ങളെ വരച്ച് കാണിക്കും നിങ്ങൾക്കൊരു ആശയം കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മളോട് ചോദിക്കുകയാണ് ഈ ബിന്ദുവിൻ്റെ സ്ഥാനം എവിടെയായിരിക്കും എന്ന് വെച്ചാൽ 130 എന്ന് പറയുന്ന ഈ ആംഗിൾ ഇതിൻ്റെ സ്ഥാനം എവിടെയായിരിക്കും എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 130 ആയതുകൊണ്ട് നമുക്ക് പറയാം ഇത് ഉള്ളിലായിരിക്കും എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് ഇൻസൈഡ് ആണെന്ന് നമുക്ക് പറയാം. അതിൻ്റെ കാരണം ആ പോയിൻ്റ് ഇത് നമുക്ക് സി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ ആംഗിൾ സി എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 90 ആണ്, 90യേക്കാൾ കൂടുതലാണ്. ഓക്കെ സ്റ്റുഡൻസ്, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ എ ബി സിയിൽ എ 30 ബി 60 എ ബി വ്യാസമായി ഒരു വൃത്തം വരച്ചാൽ അത് സിയിലൂടെ കടന്നു പോകുമോ, എന്തുകൊണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളോട് ഒരു ട്രയാങ്കിൾ എ 30 ബി 60, അപ്പോൾ ഇത് രണ്ടും കൂടെ നമ്മൾ പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ 90 ആയി. ഇനി സി അപ്പോൾ എത്രയായിരിക്കും? ആംഗിൾ സിയും കൂടെ ഉണ്ടല്ലോ, ആംഗിൾ സി 90 ആയിരിക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ വരയ്ക്കേണ്ടത്, നമ്മൾ നോക്കേണ്ടത് ഒരു റൈറ്റ് ട്രയാങ്കിൾ, ഒരു മട്ടത്രികോണമാണ്. ഇതാണ് സി എന്ന് പറയുന്നത് അല്ലേ. എ എന്ന് പറയുന്നത് 30 ആണ്, ബി എന്ന് പറയുന്നത് 60 ആണ്, സി എന്ന് പറയുന്നത് 90 ആണ്. ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പോൾ എങ്ങനെ വന്നാലും ഈ എ ബി ഇവിടെ പറഞ്ഞിരിക്കുന്നു, എ ബി ഡയമീറ്റർ ആയിട്ട് സർക്കിൾ വരയ്ക്കണം. സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എങ്ങനെയായിരിക്കും പോവുക? ഇങ്ങനെ ആയിരിക്കും പോവുക അല്ലേ. അപ്പോൾ ഇത് അതിൻ്റെ ഡയമീറ്ററാണ്. അപ്പോൾ ഈ സർക്കിളിൻ്റെ ഡയമീറ്ററാണ് എ ബി. അപ്പോൾ ഇവിടുത്തെ ആംഗിൾ 90 ഡിഗ്രി ആയതുകൊണ്ട് അത് തീർച്ചയായിട്ടും സർക്കിളിൽ ഒരു പോയിൻ്റ് ആയിരിക്കും, കാരണം 90 ഡിഗ്രിയാണ്. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ ആൻസർ എഴുതാനായിട്ട് സാധിക്കും. ഇൻ ട്രയാങ്കിൾ എ ബി സി എ 30 ബി 60 ദെർഫോർ സി 90 ആണ്. 90 ആകുമ്പോൾ നമുക്കറിയാം അത് ഇങ്ങനത്തെ ആംഗിൾ ആയിരിക്കും. ഇഫ് യു ഡ്രോ എ സർക്കിൾ വിത്ത് എ ബി ആസ് ഡയമീറ്റർ ഫൈൻഡ് വെദർ ഇറ്റ് വിൽ പാസ് ത്രൂ സി ഓർ നോട്ട്. സിയിലൂടെ അത് കടന്നു പോകുമ്പോൾ ആ സർക്കിൾ യെസ് കടന്നു പോകും അല്ലേ. കാരണം എന്തെന്നാൽ ഒരു എ ബിയിൽ നിന്ന് തുടങ്ങുന്ന ഈ ആംഗിൾ സി ഈക്വൽസ് 90 ആയതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഓക്കെ സ്റ്റുഡൻസ്, ഈ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് നോക്കാം. എ ബി ഈസ് ദ ഡയമീറ്റർ ഓഫ് ദ സർക്കിൾ. എ ബി ഇതിൻ്റെ ഡയമീറ്റർ ആണ്. ഡി ഈസ് എ പോയിൻ്റ് ഓൺ ദ സർക്കിൾ
എ സി ബി പ്ലസ് എ ഡി ബി പ്ലസ് എ ഇ ബി ഈക്വൽസ് 270 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്റ്റുഡൻസ്, ഇത് 90 ഡിഗ്രി ആണെന്ന് നമുക്ക് അറിയാമല്ലോ. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്ന ആ കാര്യങ്ങൾ നമുക്ക് നോക്കാം. എ സി ബി പ്ലസ് എ ഡി ബി പ്ലസ് എ ഇ ബി 270 ആണ്. അപ്പോൾ നമുക്കറിയാം ഇത് 90 ആണ്. ഇത് രണ്ടും എത്രയാണെന്ന് നമുക്കറിയാൻ പാടില്ല. പക്ഷേ ഇത് മൂന്നും കൂടെ പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആംഗിളും ഈ ആംഗിളും ഈ ആംഗിളും കൂടെ പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ 270 ആണെന്ന് നമുക്കറിയാം. അതിൽ ഇത് 90 ആണ്. അപ്പോൾ ഇത് രണ്ടും എത്രയാണെന്ന് അറിയില്ല. പക്ഷേ ഇതിനെക്കുറിച്ച് നമുക്കൊരു കാര്യം അറിയാം. ഇത് 90-നേക്കാൾ കുറഞ്ഞ ഒരു സംഖ്യയായിരിക്കും, ഇത് 90-നേക്കാൾ കൂടിയ ഒരു സംഖ്യയുമായിരിക്കും എന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. മെഷർ ഓഫ് വൺ എമംഗ് എ സി ബി എ ഡി ബി എ ഇ ബി ഈസ് 110 ഡിഗ്രി. ഫൈൻഡ് ദ മെഷർ ഓഫ് എ സി ബി എ ഡി ബി ആൻഡ് എ ഇ ബി. ഇതിനകത്ത് ഒരാംഗിള് 110 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം ഇതായിരിക്കും 110 വരിക, അല്ലേ? അപ്പോൾ നമുക്ക് ഒരെണ്ണം 90 ആണെന്ന് കിട്ടി. ഇത് മൂന്നും കൂടെ പ്ലസ് ചെയ്താൽ 270 ആണെന്ന് നമുക്കറിയാം. അതിനകത്ത് ഒരെണ്ണം 110 ആണെന്ന് പറഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും ഇതല്ല 110. ഇത് വെളിയിലായതുകൊണ്ട് ഇത് 90-നേക്കാൾ കുറവായിരിക്കും. അപ്പോൾ ഇതാണ് 110 തന്നെ. അപ്പോൾ നമുക്ക് ഈ ആംഗിൾ എത്രയാണെന്ന് അറിയണമെങ്കിൽ, ആംഗിൾ എ ഇ ബി എത്രയാണെന്ന് അറിയണമെങ്കിൽ 270 ആണല്ലോ അത് മൂന്നും കൂടെ കൂട്ടിയാൽ കിട്ടുന്നത്. അപ്പോൾ 270 മൈനസ് 90 പ്ലസ് 110 എന്ന് വെച്ചാൽ 200 നമ്മൾ പ്ലസ് ചെയ്യുക, 200 അതിൽ നിന്ന് മൈനസ് ചെയ്യുക. അപ്പോൾ 70 ഡിഗ്രി ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ ആംഗിൾ 70 ഡിഗ്രി ആണെന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. സ്റ്റുഡൻസ്, ഈ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ട്രയാങ്കിൾ എ ബി സി ആണ്. അതിനകത്ത് 3 സൈഡുകളും ഈക്വൽ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എ ബി ഈക്വൽസ് ബി സി ഈക്വൽസ് എ സി ആണ്. ഇതിൻ്റെ ആംഗിളുകൾ എത്ര ഡിഗ്രി ആയിരിക്കും? നമുക്കറിയാം ഇതൊരു അല്ലെങ്കിൽ ഇക്വിലാറ്ററൽ ട്രയാങ്കിളാണ്. 3 സൈഡും ഈക്വൽ ആണ്. അപ്പോൾ ആംഗിളുകളെല്ലാം ഈക്വൽ ആയിരിക്കും. അപ്പോൾ 180/3 ആയിരിക്കും. എന്ന് വെച്ചാൽ 60 ആണ് ഒരാംഗിൾ എന്ന് പറഞ്ഞാൽ 60 ഡിഗ്രി വെച്ചായിരിക്കും ഓരോ ആംഗിളും. എ ബി വ്യാസമായി ഒരു വൃത്തം വരച്ചാൽ സിയുടെ സ്ഥാനം എവിടെയാണെന്നാണ് ചോദ്യം. അപ്പോൾ സ്റ്റുഡൻസ്, നമുക്കിവിടെ ഒരു ട്രയാങ്കിൾ ഇത് 3 വശവും ഈക്വൽ ആയതുകൊണ്ട് ഇതിൻ്റെ ആംഗിൾ എന്ന് പറയുന്നത് 60 ആയിരിക്കും. 3 ആംഗിളുകളും 60 വെച്ചായിരിക്കും, അത് നമുക്കറിയാം. അപ്പോൾ ഇതിൻ്റെ സൈഡുകൾ എ ബി സി ആണ്. ഇനി എ ബി ഡയമീറ്റർ ആയിക്കൊണ്ട് ഒരു സർക്കിൾ വരയ്ക്കുകയാണെന്നിരിക്കട്ടെ. എ ബി ഡയമീറ്റർ ആയിട്ട് ഒരു സർക്കിൾ വരച്ചാൽ തീർച്ചയായിട്ടും സി അതിൻ്റെ വെളിയിലായിരിക്കും. ഇത് വരച്ചു നോക്കിയിട്ടല്ല നമ്മൾ തിരിച്ചറിയുന്നത് കേട്ടോ. ഇത് വരച്ചു നോക്കിയിട്ടല്ല, നമ്മൾ ഈ ആംഗിൾ 60 ആണെന്ന് മനസ്സിലാകുമ്പോൾ നമുക്കറിയാം. കാരണം സർക്കിളിൻ്റെ ഇവിടെ സർക്കിളിൻ്റെ അകത്തുള്ളൊരു പോയിൻ്റായിട്ട് സി വരണമെങ്കിൽ ഇത് 90 ഡിഗ്രി ആയിരിക്കണം ഈ ആംഗിൾ, അല്ലേ? അപ്പോൾ ഇത് 60 അല്ല. അപ്പോൾ സർക്കിളിലുള്ള ഒരു പോയിൻ്റ് അല്ലെന്ന് നമുക്ക് മനസ്സിലായി. ഇനി ഈ സർക്കിളിൻ്റെ ഉള്ളിലുള്ള ഒരു പോയിൻ്റ് ആണെങ്കിലോ, സി ഉള്ളിലുള്ള ഒരു പോയിൻ്റായിട്ട് വരണമെങ്കിൽ ഈ ആംഗിൾ എങ്ങനെ വന്നാലും 90-നേക്കാൾ കൂടുതലായിരിക്കണം ഈ ആംഗിൾ സി എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ഇത് 60. അപ്പോൾ ഇത് 90-നേക്കാൾ കുറവായതുകൊണ്ട് നമ്മൾ വെളിയിലാണെന്ന് പറഞ്ഞത്. 90-നേക്കാൾ കൂടുതലാണെങ്കിൽ ഉള്ളിലായിരിക്കും, 90 ആണെങ്കിൽ ഈ സർക്കിളിലായിരിക്കും. ഇത് നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. സ്റ്റുഡൻസ്, ഈ ക്വസ്റ്റ്യൻ നോക്കുക. ചതുർഭുജം അല്ലെങ്കിൽ ക്വാഡ്രിലാറ്ററൽ എ ബി സി ഡി ആണ് ഞാനിവിടെ വരച്ചിരിക്കുന്നത്. ഇതിനകത്ത് ആംഗിൾ എ 80 ഡിഗ്രിയാന്ന് പറഞ്ഞിട്ടുണ്ട്, ആംഗിൾ സി 70 ഡിഗ്രിയാന്ന് പറഞ്ഞിട്ടുണ്ട്, ആംഗിൾ ഡി 120 ഡിഗ്രിയാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം ആംഗിൾ ബി എത്രയാണെന്ന് നമുക്ക് വളരെ പെട്ടെന്ന് പറയാൻ പറ്റും. 360 നിന്ന് ഇത് മൈനസ് ചെയ്താൽ മതി. അപ്പോൾ 200, 270, ഇത് 90 ആയിരിക്കും, അല്ലേ? ബിയുടെ സ്ഥാനം എവിടെയായിരിക്കും എന്ന് ചോദിച്ചിരിക്കുന്നത്. എ സി വ്യാസമായിട്ട്. അപ്പോൾ ഇങ്ങനെയാണ് സർക്കിൾ വരയ്ക്കുന്നത്. എ സി ഇതിൻ്റെ ഒരു ഡയഗണലാണ് ഉദ്ദേശിക്കുന്നത്. ഈ ഡയഗണലിനെ വ്യാസമായിട്ടാണ്, അല്ലേ? ഇതിനെ ഡയമീറ്റർ ആയിക്കൊണ്ട്, എ സിയെ ഡയമീറ്റർ ആക്കിക്കൊണ്ടാണ് ഈ സർക്കിൾ വരയ്ക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ബി എന്ന് പറഞ്ഞ ആംഗിൾ 90 ഡിഗ്രി ആയതുകൊണ്ട് അത് ആ സർക്കിളിലെ ഒരു പോയിൻ്റ് ആയിരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റും. ബിയുടെ സ്ഥാനം ഇൻ ദ സർക്കിളാണ്, ഇൻ ദ സർക്കിൾ. ഓക്കെ, ബിക്കോസ് ആംഗിൾ ബി ഈക്വൽസ് 90 ഡിഗ്രി. ബി 90 ഡിഗ്രി ആയതുകൊണ്ട് അത് സർക്കിളിലായിരിക്കും എന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. സ്റ്റുഡൻസ്, നമുക്കിവിടെ ഒരു ഡയഗ്രാം തന്നേക്കുവാണ്. ഇതിനകത്ത് ഇത് 100 ഡിഗ്രിയാന്ന് പറഞ്ഞിട്ടുണ്ട്, ഇത് 90 ഡിഗ്രിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ എ ബി ഡയമീറ്റർ ആയിക്കൊണ്ട് ഒരു സർക്കിൾ വരച്ചാൽ ഇത് ഇൻ ദ സർക്കിൾ ആയിരിക്കും, അല്ലേ? ഇത് ഇൻ ദ സർക്കിൾ ആയിരിക്കും. അപ്പോൾ ഡി ഈക്വൽസ് 90 ആയതുകൊണ്ട് ഇൻ ദ സർക്കിൾ ആയിരിക്കും, അത് വൃത്തത്തിലായിരിക്കും. ഇനി ഇത് 100 ആണ്, 90-നേക്കാൾ കൂടുതലാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് അതിൻ്റെ ഉള്ളിലായിരിക്കും. ഇങ്ങനെ വരയ്ക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലായിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. 90 ആണെങ്കിൽ സർക്കിളിലാണ്, 90-നേക്കാൾ ചെറുതാണെങ്കിൽ അത് വെളിയിൽ വരും. അപ്പോൾ ഈ ആംഗിൾ എ ബി ഡി ഇത് സി ആയിരിക്കും, അല്ലേ? അപ്പോൾ ആംഗിൾ സി ഗ്രേറ്റർ ദാൻ 90 ആയതുകൊണ്ട് അത് ഔട്ട്സൈഡ് ആയിരിക്കും, സർക്കിളിന് വെളിയിലായിരിക്കും എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും.